ജലദോഷമോ മൂക്കടപ്പോ വന്നാൽ വിക്സ് വേപ്പറബും ഇൻഹേൽഡുമൊക്കെയാണ് നമ്മുടെ താൽക്കാലിക ആശ്വാസം. എന്നാൽ ചെറുതായി തൊണ്ടയിൽ ഒരു കരകരപ്പ് തോന്നിയാൽ നമ്മളിൽ പലരും ആദ്യം പരീക്ഷിക്കുക ഈ സ്റ്റെപ്സിൽസ് ആയിരിക്കും. വിക്സ് ഗുളിക എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സംഗതിയും നമ്മൾ കരുതി വെക്കാറുണ്ട്. പക്ഷെ മൂക്കിൻ്റെ കാര്യത്തിൽ വിക്സിനുള്ള മുൻതൂക്കം തൊണ്ടയുടെ കാര്യത്തിൽ അവർക്കില്ല. അവിടെ മുന്നിൽ നിൽക്കുന്നത് സ്റ്റെപ്സിൽസ് തന്നെയാണ്. നമ്മൾ ഈ വാങ്ങുന്ന സ്റ്റെപ്സിൽസ് ലോസഞ്ചസ് എന്നാണ് വൈദ്യശാസ്ത്ര രംഗത്ത് അറിയപ്പെടുന്നത്. വായിൽ വെച്ച് തന്നെ അലിയിച്ച് കഴിക്കുന്ന ഈ ഗുളികകൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാവുന്ന ബ്ലിസ്റ്റേഴ്സ് പൈക്കുകളിലാണ് പുറത്തിറക്കുന്നത്. ഈ ഗുളികകളുള്ള ഭാഗത്ത് ലോഗോയോ പേരോ ഇല്ലെങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ നമുക്കത് സ്റ്റെപ്സിൽസ് തന്നെയാണ് തിരിച്ചറിയുകയും ചെയ്യാം. അത്രയ്ക്ക് പോപ്പുലറാണ് ഈ ഡിസൈൻ. എന്നാൽ വിക്സ് സാധാരണയായി വരാറുള്ളത് ഇതുപോലെ ബ്ലിസ്റ്റർ സ്ട്രിപ്പുകളായിട്ടല്ല, മറിച്ച് ഇത്തരത്തിലുള്ള പാക്കറ്റുകളിലാണ്. എന്നാൽ തങ്ങളുടെ മുഖ്യ എതിരാളികളായ സ്റ്റെപ്സിൽസിൻ്റെ അതേ രീതിയിലുള്ള പാക്കേജിംഗ് അനുകരിച്ച വിക്സിൻ്റെ ഈ പരിപാടിയെ ഐഡൻറ്റിക്കൽ പാക്കേജിംഗ് എന്നാണ് പറയുക. വലിയ പല ബ്രാൻഡുകളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ മേൽക്കൈ നേടാൻ പല പുതിയ പാക്കേജിംഗ് തന്ത്രങ്ങളും പരീക്ഷിക്കാറുണ്ട്. കസ്റ്റമർക്ക് ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ ഈ പാക്കേജിംഗ് കണ്ടാൽ അത് സ്റ്റെപ്സിൽസിൻ്റെ മറ്റൊരു ഫ്ലേവർ എന്നായിരിക്കും ആദ്യം തോന്നുക. പാക്കിങ്ങിൻ്റെ മുൻവശത്ത് ബ്രാൻഡ് നെയിം ഇല്ലാത്തതുകൊണ്ട് ഇത് വിക്സ് ആണെന്ന് തിരിച്ചറിയാനും പറ്റില്ല. ഒപ്പം ₹1 കുറച്ചുള്ള പ്രൈസിങ്ങും. എങ്ങനെയുണ്ട് വിക്സിൻ്റെ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി?